നമ്മൾ NSS കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അതൊരു അനുഭവമായിരുന്നു എന്ന് സന്തോഷത്തോടെ അവർ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പൂർത്തീകരിച്ചിട്ടുണ്ട് പല പഞ്ചായത്തിലും. ഇവിടെ നമ്മൾ എനിക്ക് തോന്നുന്നു കുറച്ച് മുന്നേ ഒരു 1.5 വർഷം മുന്നേ നമ്മൾ അതിങ്ങനെ ആരംഭിച്ചതാണ്. പക്ഷേ ഓൺ വേരിയസ് റീസൺസ് വളരെ ടെക്നിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജില്ലയില് ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 2022 ഇതിന്റെ 2ാം ഘട്ടം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏതിന്റെ? PBR എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന ഈ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ PBR എന്ന് പറഞ്ഞാല് നമ്മുടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും, തദ്ദേശ സ്ഥാപനം പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇങ്ങനെ ഒരു ത്രിതല സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോ ഈ ഒരു സിസ്റ്റത്തില് നമ്മൾക്ക് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മിറ്റി ഉണ്ട്. എന്തിനാണെന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു പ്രദേശത്തെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പയ്യോളി മുനിസിപ്പാലിറ്റി പ്രദേശത്തെ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ള പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അപ്പം അതിൽ ഇടപെടാനും അതിന് സൊല്യൂഷൻ കണ്ടെത്താനും മറ്റ് അതിന്റെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള വികസനം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി, നമ്മള് മുനിസിപ്പാലിറ്റിയിലൊക്കെ പലതരത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ടാവാറുണ്ട്. അതിന്റെ കൂട്ടത്തിലുള്ള ഒരു കമ്മിറ്റി ആണെങ്കിൽ കൂടി താരതമ്യേന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഈവൻ കോർട്ടിൽ പോലും ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഡെസിഷൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും അംഗീകരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെയുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള കമ്മിറ്റിയാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഈ ഒരു വിഷയത്തിൽ മേൽ കൂടുതൽ ആളുകൾക്ക് സമയമോ അല്ലെങ്കിൽ താല്പര്യമോ ഒക്കെ കുറവുണ്ടാവും. അപ്പോ എങ്കിൽ കൂടിയിട്ട് ഇങ്ങനെ ഒരു പുസ്തകം PBR എന്ന് പറയും, പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ. ജൈവ വൈവിധ്യം എന്താണ്? ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങിയാല് അതങ്ങ് നീണ്ടുപോകും. പക്ഷെ വളരെ ബ്രീഫായിട്ട് പറയാം. ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഈ ജൈവ വൈവിധ്യം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോ നമ്മൾ ശ്വസിക്കുന്ന വായു ഇല്ലാതെ നമുക്ക് രക്ഷയില്ലല്ലോ, ജീവിക്കാൻ പറ്റില്ല. അതൊരു ജൈവ വിഭവമാണ്. നമ്മൾ നിൽക്കുന്ന മണ്ണ്, കുടിക്കുന്ന ജലം, നമ്മൾ കഴിക്കുന്ന സസ്യ സ്പീഷീസിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറി, എല്ലാ ഫ്രൂട്ട്സ്, എല്ലാ കാര്യങ്ങളും, പിന്നെ മറ്റ് നമ്മൾ കഴിക്കുന്നതും, പിന്നെ അങ്ങനെ അത് കഴിക്കുന്ന കാര്യത്തിൽ മാത്രമാണ്. മറ്റൊരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ സസ്യജന്തുജാലങ്ങള്. അപ്പം അവയെല്ലാം ചേർന്നിട്ടുള്ളതാണ് ജൈവ വൈവിധ്യം. ഇവയൊന്നും ഇല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് തീർച്ചയാണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷെ അതൊന്നും ആരും ഉൾക്കൊള്ളുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വിഷയം. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ വോട്ടെവർ, അപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റിന്റെ പരിധിയിലുള്ള എല്ലാ സസ്യജന്തു ജാലങ്ങളുടെയും കണക്ക്, അതിന്റെ ടേബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കണക്ക്. ആൻഡ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്ലി നാട്ടറിവുകൾ. എന്താ നാട്ടറിവ് എന്ന് പറയുന്നത്? ഇപ്പൊ സാറ് നേരത്തെ ഒരു പ്രാസംഗികൻ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നേയുള്ള തലമുറയിലെ പല അറിവുകളും ഉണ്ടായിരുന്നു. ഇപ്പോ എന്താ പറയാ, മെഡിസിൻ ബന്ധപ്പെട്ടായാലും നാട്ടറിവ്, എന്താ പറയാ, കൈത്തൊഴിലുകളായാലും വൈദ്യന്മാര്, ഹക്കീമുകൾ, അങ്ങനെയുള്ള പല ആളുകളും ഉണ്ട്. അവരിലുള്ള അറിവുകളൊക്കെ എന്താവുന്നേ, അവരുടെ ഒരു ജനറേഷനോട് കൂടി നിന്ന് പോവാണ്, ബ്രേക്ക് ആയി പോവാണ്. ഇപ്പോ പല രോഗത്തിനും ചികിത്സ ഉണ്ടാവും അവരുടെ കയ്യിൽ. പക്ഷെ അവർ അടുത്തൊരു തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടാതെ പോവാണ്. പണ്ടൊക്കെ ഒരു വൈദ്യന്റെ മകൻ വൈദ്യനാവുന്നു, അങ്ങനെ പോവല്ലോ. പക്ഷെ ഇപ്പൊ അതൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജനറേഷനൊക്കെ വേറെ ജോലി വിഭാഗത്തിലേക്ക് പോകുമ്പോൾ അത്തരം നാട്ടറിവുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് പക്ഷേ വളരെ നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് താൻ. അപ്പൊ ഈ നാട്ടറിവുകളൊക്കെ അവിടെ നിന്ന് ബ്രേക്ക് ആയി പോവാതെ അതുകൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പുസ്തകത്തിനെയാണ് നമ്മൾ PBR എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, BR ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. അതെങ്ങനെ PBR ആകുന്നു? പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി. ഇതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം? വളരെ ടെക്നിക്കലി, വളരെ സയന്റിഫിക്കലി, ഒരു തെറ്റും കൂടാതെ നമുക്കൊരു ബയോഡൈവേഴ്സിറ്റി സർവേ ഒക്കെ ചെയ്തിട്ട്, അപ്പൊ അതിന് നിങ്ങളൊന്നും വേണമെന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഒരു NGO-നെ ഏൽപ്പിക്കാം.
നമുക്ക് സയന്റിഫിക് എക്സ്പേർട്സ് ഉണ്ട്, ബൊട്ടാനിസ്റ്റ് ഉണ്ട്, സുവോളജിസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറെ ആളുകളില്ലേ. അവരൊക്കെ ചെയ്യുമ്പോൾ ഇത്ര നമ്മൾ എന്നെ പോലെയുള്ള ആളുകൾ വന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അവര് നമ്മളെക്കാളും വലിയ ആളുകളായിരിക്കും, വലിയ നോളജ്ഫുൾ ഉള്ള ആളുകളായിരിക്കും. പക്ഷെ എന്താ, അതപ്പോ പീപ്പിൾസ് രജിസ്റ്റർ ആവുന്നില്ല, അതൊരു ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ മാത്രമേ ആവുള്ളൂ. പക്ഷെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനകീയമായിരിക്കണം. കാരണം ഇപ്പോ നമ്മുടെ കോഴിക്കോടിന്റെ വേറെ ഇപ്പൊ കോർപ്പറേഷൻ ഭാഗത്തുള്ള എക്സ്പേർട്സ് ആയിരിക്കാം, വല്ല നമ്മുടെ മൂടാടിയോ അല്ലെങ്കിൽ പയോളി മുനിസിപ്പാലിറ്റി ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ അവരെ എക്സ്പോസ്ഡ് ആവുന്നില്ല. അവരുടെ മേഖലയല്ല, ലൈക്ക് അവരുടെ പ്രദേശമല്ല. അപ്പൊ അവര് ചെയ്യണമെങ്കിൽ അവരിങ്ങനെ പഠിച്ച ഓരോ സ്ഥലത്ത് പോയി അറിഞ്ഞ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഒരു ഓതന്റിസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ശാസ്ത്രീയം ആവുമെങ്കിൽ കൂടിയിട്ടും അവര് പരിചിതമല്ലാത്ത ഒരു മേഖലയിൽ വന്നിട്ട്, പക്ഷെ നിങ്ങളോ, നിങ്ങളുടെ പ്രദേശമാണ്, നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണ്, നിങ്ങളുടെ സ്ഥലമാണ്. മാത്രമല്ല ഇവിടെയുള്ള ആളുകൾക്ക് നാട്ടുകാർ വരെ ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ജനകീയമാണെന്ന് പറയുന്നത്. അവിടെയുള്ള പ്രദേശവാസികളായ ജനങ്ങൾ ഇടപെട്ടുകൊണ്ട് അവര് തന്നെ ഉണ്ടാക്കുന്ന ഒരു രജിസ്റ്റർ ആണ്. താരതമ്യേന മിസ്റ്റേക്സ് ഉണ്ടാവാം, സ്വാഭാവികം അല്ലെ. നമ്മൾ അവരെ അത്ര എക്സ്പെർട്സ് അല്ല, ഈവൻ ഞാനും അവരെ അത്രയൊന്നും അറിയുന്ന ആളുകളല്ല. അപ്പൊ നമ്മുടെ കയ്യിൽ മിസ്റ്റേക്സ് ഉണ്ടാകുന്നത് നമ്മൾ ഇതിന്റെ അവസാന ഘട്ടത്തിൽ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിൽ നമ്മളെക്കാളും കുറച്ചുകൂടെ ഈ ഒരു മേഖലയിൽ അറിവുള്ള അദ്ദേഹത്തിനെയൊക്കെ പോലെയുള്ള എക്സ്പേർട്ടുകൾ ഉണ്ടാവും ഇവിടെ. അപ്പൊ അവരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ ഇത് പരിശോധിപ്പിക്കും. എന്നിട്ടാണ് നമ്മൾ ഇത് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ 2012 റിലീസ് ചെയ്ത ഒരു പുസ്തകമാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഈ പുസ്തകത്തിന്റെ ആവശ്യം എന്താണ്? ഈ പുസ്തകത്തിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾ ആരെങ്കിലും ഈ പുസ്തകം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാണേണ്ടതായിരുന്നില്ലേ? നിങ്ങൾ ഒരാളുടെ വീട്ടിലുള്ള എല്ലാ ചെടീനെയും, നിങ്ങളുടെ മാത്രം വീട്ടിലുള്ള എല്ലാ ചെടീനെയും അറിയുന്ന എത്ര പേരുണ്ട്? ഇല്ല, നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ മറ്റ് പല കാര്യങ്ങളും നമ്മൾ അറിയും. പക്ഷെ ഈ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരാളുടെ വീട്ടിൽ കള്ളം കയറി എന്ന് വിചാരിക്കുക, അയാൾ എന്തൊക്കെയോ കൊണ്ടുപോയി. അപ്പൊ നമ്മൾ പോലീസ് എൻക്വയറി ഒക്കെ വരുമ്പോ എന്തൊക്കെയാ ഇവിടുന്ന് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അവര് എഴുതാനിരിക്കുമ്പോ എനിക്ക് അറിയില്ല, എന്തൊക്കെയോ ഉണ്ടായിരുന്നു, നിങ്ങളിപ്പോ പറഞ്ഞ പോലെ എന്തൊക്കെയോ ഉണ്ട് വീട്ടില്, പക്ഷെ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ പോലെ എന്താ അവസ്ഥ? ശരിയാണോ? അല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളത് നമ്മൾ അറിയണം. അത് ഇപ്പോ ഈ കള്ളന്റെ കേസിൽ മാത്രമല്ല. അപ്പൊ അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മുടെ ചൂരൽമല ഇഷ്യൂ ഒക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? മണ്ണിടിച്ചില് കാരണം അത്തരം ആ ഒരു ഇഷ്യൂ അറിഞ്ഞിട്ടില്ലേ നിങ്ങള്? വയനാട് ഭാഗത്തല്ലേ? അപ്പോ അതിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ഓഫ് കോഴ്സ് ഏറ്റവും വിലപ്പെട്ട ജീവൻ ഒരുപാട് നഷ്ടമായിട്ടുണ്ട്. അതല്ലാതെ ഒരുപാട് ഇത്തരം സസ്യ കാറ്റഗറി അല്ലെങ്കിൽ ജൈവ വിഭവങ്ങൾ ലോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കണക്കെടുപ്പ് നോക്കുമ്പോ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മേഖലയിൽ എന്തൊക്കെ നഷ്ടം, ഈ ലൈക്ക് സ്വത്ത്, മനുഷ്യ അങ്ങനെയുള്ള നഷ്ടമല്ലാതെ എന്തൊക്കെ നഷ്ടം എന്ന് നോക്കുമ്പോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്. അവിടുത്തെ പഞ്ചായത്തിൽ ഈ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വെച്ചിട്ടാണ് അവർ കമ്പയർ ചെയ്യുക. അപ്പോ ഓൾറെഡി അത് റെക്കോർഡഡ് ആണെങ്കിൽ വി ക്യാൻ കമ്പയർ വിത്ത് ദാറ്റ് ആൻഡ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇത്തരം സാധനങ്ങൾ ഇവിടുന്ന് പോയി. അപ്പോ അത് നമ്മൾ റെസ്റ്റോർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും സാധനങ്ങൾ, ഇത്രയും മരമൊക്കെ പോയാൽ നമുക്ക് എന്താ സംഭവിക്കുന്നേ? ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമുക്ക് ഒരുപാട് ഈ ഭൂമി നമ്മളടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്തതിന്റെ പ്രതിഫലനമായിട്ട് നമ്മൾക്ക് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള എന്താ പറയാ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാവുന്നത്. നിങ്ങൾക്കറിയില്ലേ, പണ്ടൊക്കെ ഒരുപാട് കുറെ ഏരിയയിൽ ഒരുമിച്ചായിരുന്നു മഴ പെയ്യുക അല്ലെ? ഇപ്പൊ മുതിർന്നവർക്ക് മനസ്സിലാവും. അപ്പൊ ഇപ്പൊ എങ്ങനെയാ? ഒരു ചെറിയൊരു സ്ഥലത്ത് മാത്രം മഴ പെയ്യുന്നു, അതിന് തൊട്ടടുത്ത സ്ഥലത്ത് മഴയില്ല. അപ്പൊ എന്റെ വീട്ടിലൊക്കെ, ഞാൻ ഈസ്റ്റിൽ സ്വദേശിയാണ്, നമ്മൾ ഗസ്റ്റ് ഹൗസിന്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോ എന്റെ വീട് ഒരു താഴ്ന്ന ഭാഗത്താണ്, പിന്നെ ഒരു ഹില്ലുണ്ട്, അതിന് PKC റോഡ് എന്നൊക്കെ പറയും. അപ്പൊ ആ താഴ്ന്ന ഭാഗത്ത് മഴ പെയ്തിട്ട് നമ്മൾ വണ്ടി എടുത്ത് റെയിൻകോട്ട് ഒക്കെ ഇട്ട് മുകളിൽ പോകുമ്പോഴേക്കും അവിടെ മഴ ഉണ്ടാവില്ല. അതാ അവസ്ഥ. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. അപ്പോ പണ്ടൊന്നും അങ്ങനെയല്ല, ഒരു വലിയ വൈഡ് ആയിട്ടുള്ള ഏരിയയിലാണ് മഴ പെയ്യുക. ഇത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ഗ്ലോബൽ വാർമിങ് അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ കാരണം ഒരു വലിയ ഏരിയയിൽ പെയ്യേണ്ട മഴ അതേ ഇന്റൻസിറ്റിയോട് കൂടിയിട്ട്, അതേ സ്ട്രെങ്തോട് കൂടിയിട്ട്, അതേ പവറോട് കൂടിയിട്ട് ഒരു ചെറിയ സ്ഥലത്ത് പെയ്യാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഫോഴ്സ് അത്രയും കൂടുമ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ആ ഒരു ആഘാതം ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അത് പൊട്ടിക്കുത്തി ഒലിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ നഷ്ടം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ട് PVR എന്നുള്ളതിന്
ഒരുപാട് 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 ഇതേപോലത്തെ ഉദാഹരണങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ കഥകളായിട്ടും ഒക്കെ പറയാനുണ്ട്, പറയുന്നില്ല. നിങ്ങൾ അത്രയ്ക്കും മടുത്തു അല്ലെങ്കിൽ ക്ഷീണിച്ചു, ഇനിയും ചെയ്യണ ഒരു അപരാധമാവും എന്നുള്ളത് കൊണ്ട് കഥകളിലേക്ക് കടക്കുന്നില്ല. ഞാൻ കാര്യം പറയാം. അപ്പോ ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാം. നിങ്ങളൊക്കെ സയൻസ് വിഷയമുള്ള ആളുകളാണോ, കുട്ടികളാണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ ബാച്ചിലെ അതേ ടോപ്പിക് എടുത്തിട്ട് അതിൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസം മാത്രം വരുത്തിയിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യും. എന്നിട്ട് ഫോർ ദ മാർക്ക് സേക്ക് നമ്മൾ അത് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിൽ ആർക്കും വിഷയമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അങ്ങനെയാണ് പ്രൊജക്ടുകളും കോഴ്സ് ഒക്കെ പോകുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പുസ്തകം വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി തുറന്നു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല, നിങ്ങൾക്കും കൂടി തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ അവസാന പേജുകളിലായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ മുനിസിപ്പാലിറ്റിയില് ഈ ഒരു സ്പീഷീസ് മുൻകാലഘട്ടങ്ങളിൽ ഒരുപാട് കാണാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് ഒരു 10-15 വാർഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു പഠനം കഴിഞ്ഞപ്പോ അതേ സ്പീഷീസ് 2 വാർഡിലേ ഉള്ളൂ. അതിനർത്ഥം എന്താ അർത്ഥം? അത് നശിച്ചുകൊണ്ടിരിക്കുന്നു, അത് എൻഡേഞ്ചേർഡ് ആയിക്കൊണ്ടിരിക്കുന്നു, അത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി ഏരിയയിൽ നിന്ന് അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് റിസ്റ്റോർ ചെയ്യാനുള്ള പ്രൊജക്ടുകൾ നമുക്ക് ചെയ്യാം. പറഞ്ഞു വരുന്നത്, അത്തരം പദ്ധതികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രകൃതിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രോജക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിൽ ഒതുക്കണം എന്നല്ല, ഇത്തരം ക്ലാസ്സുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്ന കുട്ടി ശാസ്ത്രജ്ഞന്മാരാവുക, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എഗെയിൻ ബാക്ക് ടു മൈ ടോപ്പിക്. അപ്പോ PBRന്റെ ആദ്യ വോളിയം ഇവിടെ തയ്യാറാണ്. രണ്ടാം വോളിയം നമ്മൾ അത് പുതുക്കുക എന്ന് പറഞ്ഞാൽ, ആദ്യ വോളിയം നമ്മൾ ചെയ്യുമ്പോൾ ഇത് ചെയ്തത് കുടുംബശ്രീ പ്രവർത്തകര്, സന്നദ്ധ പ്രവർത്തകര്, അങ്ങനെയുള്ള ആളുകളായിരുന്നു. മാത്രമല്ല, ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരു സിലബസ്, പുതിയ സിലബസ് വരുമ്പോ നമുക്ക് അത് പഠിച്ച് എക്സാം എഴുതുന്നവരെ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും. കാരണം അത് എത്രത്തോളം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും നമുക്കറിയില്ല. പക്ഷെ ഒരു സെക്കൻഡ് ടേം, തേർഡ് ടേം ഒക്കെ ആകുമ്പോഴേക്ക് ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും അതിലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടാവും. അതുപോലെയാണ് ആദ്യ വോളിയം PBRൽ കുറെ ഗ്യാപ്സ് ഉണ്ടായിരുന്നു, കുറെ ഫില്ല് ചെയ്യാത്ത ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു ഹെവി ടാസ്ക് അല്ല. ഫസ്റ്റ് ഇത് ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ A to Z എല്ലാ വാർഡുകളിലും അല്ലെങ്കിൽ എല്ലാ ഡിവിഷനിലും കയറി ഇറങ്ങി, എല്ലാ വീട്ടിലും കയറി ഇറങ്ങി, ഗാർഹികേതരമായിട്ടുള്ള വയല് പറമ്പുകളിലും കയറി ഇറങ്ങി ഒക്കെയാണ് അവർ ഡാറ്റ കളക്ട് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് അത്രയ്ക്കും ബേർഡൻ ഇല്ല. ഇപ്പൊ ഈ പുസ്തകം നിങ്ങളുടെ പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം ഒരു 70% കവർ ചെയ്തു എന്നിരിക്കട്ടെ, ഡാറ്റ കളക്ഷൻ കഴിഞ്ഞു എന്നിരിക്കട്ടെ, ബാക്കി 30% നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോ അത് ഫില്ല് ചെയ്യുക, ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, അതിലുള്ള തെറ്റുകൾ തിരുത്തുക, മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. ഒരുപാട് പ്രകൃതി മാറ്റങ്ങൾ 2018-19 കാലയളവിലൊക്കെ ഉണ്ടായതല്ലേ, ഫ്ലഡും ഒക്കെ ഉണ്ടായതാണ്. അപ്പോ അതിൽ വന്ന മാറ്റങ്ങളൊക്കെ രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ആസ് എ പുതിയ വോളണ്ടിയേഴ്സ് നിങ്ങൾക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പണി കമ്പാരിറ്റീവ്ലി ചെറുതാണ്, ബട്ട് മറ്റ് പദ്ധതികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ഈസി അല്ല. ഓക്കെ, ഇതിലെ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ കയറി മറ്റ് ഡിജി സർവേ ഒക്കെ പോലെ പേര്, വയസ്സ്, എത്ര പേർക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് എന്നൊക്കെ അറിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് അല്ല. പക്ഷെ നിങ്ങൾ അത് എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് കൂടി അത് അറിയാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ രസകരമായിട്ട്, ത്രില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പൊതുവെ എല്ലാ ഭരണസമിതിയും ഇത് തീർത്ത് പ്രകാശനം ചെയ്യുന്നതിന്റെ തിരക്കിലാണ് ഇപ്പൊ നമ്മളെ ജില്ലയിൽ തന്നെ ഏകദേശം 20 പഞ്ചായത്തുകളും ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞു. 20-22 പഞ്ചായത്ത് റിലീസ് ചെയ്തു. ബട്ട് സ്റ്റിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരുപാട് വൈകിട്ടാണ്. 2022 വന്ന ഓർഡർ 2025 അവസാനമായിട്ടും നമ്മൾ തുടങ്ങാൻ പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ മുനിസിപ്പാലിറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വി ആർ എ ബിറ്റ് ലേറ്റ്, മോർ ലേറ്റ്. അപ്പോ അതുകൊണ്ട് അധികം വൈകിക്കാതെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഒരു ഉദാഹരണം, തെറ്റുകൾ എന്ന് ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മറ്റൊരു പഞ്ചായത്തിൽ പോയപ്പോൾ ഈ രജിസ്റ്റർ പല ആവശ്യങ്ങൾക്കും നമുക്ക് ഇത് പരിശോധിക്കേണ്ടി വരാറുണ്ട്. പല എൻവിറോൺമെന്റൽ ഇഷ്യൂ ഉണ്ടാവുമ്പോൾ, മണ്ണിടിച്ചില് അല്ലെങ്കിൽ മൈനിങ്, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുക, നേരത്തെ പറഞ്ഞ ചൂരൽമലേന്റെ ഇഷ്യൂല് ആ ഇഷ്യൂ കഴിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചത് ഈ രജിസ്റ്റർ ആണ്, ഇവിടെ BMC കൂടാറുണ്ടോ എന്നൊക്കെയാണ്. അപ്പോ അതുപോലെ നമ്മൾ ഒരു രജിസ്റ്റർ പോയി
പരിശോധിച്ചപ്പോ അതില് മറിച്ചു നോക്കിയപ്പോ തവള എന്ന് പറയുന്ന ഒരു പേജ് കണ്ടു. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയത് ചാടി ചാടി നടക്കുന്ന ജീവി എന്നാണ്. കറക്റ്റ് ആണോ? ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ ആണ്, തെറ്റുകൾ വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചാടി ചാടി നടക്കുന്ന ജീവി എന്ന് തവളനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതല്ലല്ലോ നമ്മൾ കുറച്ചുകൂടെ ഫ്രൂട്ട്ഫുൾ ആവാൻ ഉദ്ദേശിച്ച ഈ ഒരു രജിസ്റ്ററിൽ വരേണ്ടത്. അത്തരം പല തെറ്റുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ റീസണബിൾ ആയിട്ട് സെൻസിബിൾ ആയിട്ട് നിങ്ങൾ പരിഹരിച്ച് എഴുതണം എന്നുള്ളത്. തവളനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇന്നലത്തെ പത്രത്തിലോ വന്നിട്ടുണ്ടായിരുന്നു ഒരു പുതിയ തവള നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡോക്ടർ എസ് ബിജു എന്ന് പറഞ്ഞിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പറും കൂടിയാണ്, വലിയൊരു ശാസ്ത്രജ്ഞനാണ്. ആ തവളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ത്രെട്ടുള്ള ഒരു സമയം വരുമ്പോ അല്ലെങ്കിൽ അതിന് മറ്റു ജീവികളോ എന്തെങ്കിലും ആക്രമിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ അത് എല്ലാവരും പ്രതികരിക്കുകയല്ലോ. അത് പ്രതികരിക്കുന്ന അതിന്റെ ശരീരം വീർപ്പിച്ചുകൊണ്ടാണ്, ശരീരം വലുതാക്കി ഇങ്ങനെ പൊങ്ങിക്കൊണ്ടാണ്. ഓക്കെ, വേണമെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ അത് കടിക്കുകയും ചെയ്യും. പാതാനി അങ്ങനെ ഇതൊരു പേരുള്ള ഒരു പ്രത്യേക തവള റിലീസ് ചെയ്തിട്ടുണ്ട്. റിലീസ് ചെയ്തല്ല, കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ തവളനെ പറ്റി പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞോന്നേ ഉള്ളു. അപ്പോ തവളയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ട് അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത്തരം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും, അത് കണ്ടുപിടുത്തം നമുക്ക് ഉള്ളത് തന്നെ അറിയാത്ത സ്ഥിതിക്കാണ് പുതിയൊരു തവള പോരാത്തതിന്. അതാണ് അവസ്ഥ. അപ്പോ എനിവേ ഇത്തരം പല കാര്യങ്ങളും നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. ഒരു തേനീച്ച, ഒരു വണ്ടില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതം മാറി മറയുന്ന ഒരു ഘട്ടത്തിലാണ്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ തേനീച്ചകളുടെ ഇതൊക്കെ പോളിനേഷൻ ഒക്കെ നടക്കുന്ന, എന്നും നമ്മുടെ പ്ലേറ്റില് 1/3 ഭാഗം എന്തായാലും ഇത്തരത്തിലുള്ള പോളിനേഷൻ നടക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ കഴിക്കുന്നത്. മനുഷ്യനില്ലെങ്കിൽ ഒന്നും സംഭവിക്കൊന്നുമില്ല, അല്ലേ? ഉണ്ടോ? ഇല്ല, ഒന്നും സംഭവിക്കില്ല. നിപ്പ സമയത്ത് നമ്മൾ കണ്ടതല്ലേ ഡൽഹിയിലൊക്കെ ആ ഒരു വളരെ മലിനപ്പെട്ട ഒരു നദിയൊക്കെ വളരെ നീറ്റായിട്ട് അതിന്റെ പൊല്യൂഷനൊക്കെ കുറഞ്ഞു ഒഴുകുന്നത്, മൃഗങ്ങളൊക്കെ റോഡിലേക്ക് ഇറങ്ങി നടക്കുന്നത്. എന്താ വെച്ചാൽ അവർക്ക് പേടിക്കാനില്ല, നമ്മളെയാണ് എല്ലാവർക്കും പേടിയുള്ളത്. അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാരില്ലെങ്കിൽ ഒന്നും സംഭവിക്കാത്ത ഒരു ഘട്ടത്തിൽ ഒരു തേനീച്ചയുടെ അഭാവം, എത്രയോ എണ്ണം നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അഭാവം ഭൂമിയെ മാറ്റിമറിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. നമുക്ക് തിരിച്ചറിവില്ല എന്നുള്ളതാണ്. എപ്പോ നമ്മളെ ബാധിക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇടപെടുള്ളൂ. ഇപ്പോ ഈ കണ്ട മണ്ണിടിച്ചിലും കാര്യമൊക്കെ ഒരു വിഭാഗം ചെറിയ ജീവികളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. അയ്യോ, അവർക്കൊരു മണ്ണിടിച്ചിലുണ്ട് അല്ലെങ്കിൽ അവര് നശിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഇക്കോട്ടെ, നമുക്കെന്താ, മനുഷ്യ സഹജമായ ഒരു ചിന്താഗതിയാണ്. പക്ഷെ എന്ന് ഇത് നമുക്കൊരു ത്രെട്ടാവുന്നു, മനുഷ്യനൊരു മരണങ്ങൾ സംഭവിക്കുന്നു, ത്രെട്ട് ഉണ്ടാവുന്നു, നമ്മുടെ സ്വത്തുക്കളും മറ്റൊക്കെ നശിക്കുന്നു എന്ന് വരുമ്പോ നമ്മൾ റേസ് ചെയ്യും, നമ്മൾ അതിൽ ഇടപെടാൻ തുടങ്ങും. അപ്പോൾ അത്തരം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുകൊണ്ട് തന്നെ ആസ് എ യങ് ജനറേഷൻ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനം ചെയ്യേണ്ട ഒരു ഘട്ടത്തില് അതിന്റെ ഒരു വെരി ബേസ് ആയിട്ടുള്ള കാര്യമാണ് PBR എന്ന് പറയുന്നത്. അപ്പൊ PBRൽ തുടങ്ങാം നമ്മുടെ പ്രവർത്തനം എന്ന് പറയാം. അപ്പൊ എഗെയിൻ ഞാൻ നേരത്തെ ഇത് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഡ്യൂട്ടിയിലേക്ക് വരാം. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തത് ഓരോ ഡിവിഷനും 2 വോളണ്ടിയേഴ്സിന് വീതമാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഇടുക. അപ്പൊ ആ വോളണ്ടിയേഴ്സ് എന്ത് ചെയ്യണം? അവർക്ക് അലോട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ അവര് സർവേ ചെയ്യണം. അപ്പോ സർവേ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ A to Z സർവേയുടെ ആവശ്യമില്ല. അപ്പോ എത്ര പെർസെന്റേജ് സർവേ വേണം എന്ന് നമ്മൾ എങ്ങനെയാ അറിയാം? നമ്മൾ ഒരു വർക്കിന്റെ 2ാം ഘട്ടം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്ന് നമ്മൾ എങ്ങനെയാ അറിയാം? യെസ്, നമ്മള് എക്സാക്ട്ലി നമ്മളെ കയ്യിലുള്ള ഫസ്റ്റ് പുസ്തകത്തിനെ നമ്മൾ പരിശോധിക്കണം, അല്ലെ? അതിനാണ് നമ്മൾ വിശകലനം ചെയ്യാന്ന് പറയാ. അപ്പോ ആദ്യ പുസ്തകത്തിലൂടെ നിങ്ങളൊന്ന് കടന്നു പോവുക. ഐദർ നിങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ഇതിന്റെ ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്ന ഒരു വിങ് ആണ് ഇതിന്റെ ടേക്ക് കെയർ ചെയ്യുന്ന, ഇതിന്റെ നിർവഹണ ചുമതലയുള്ളതാണ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്ന BMC. അപ്പൊ അതിലുള്ള ആളുകള് കുറച്ച് വിദഗ്ധരെയൊക്കെ കൂട്ടി, വിദഗ്ധരാരാ? നിങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഇതും ശാസ്ത്രവും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട അധ്യാപകരുണ്ടാവാം, ശാസ്ത്രജ്ഞരുണ്ടാവാം, അല്ലെങ്കിൽ ഇതിൽ തൽപരരായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന കർഷകരോ, അങ്ങനെ ഒരു നോളജ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പേര്, ഒരു 5-8 പേരെ വെച്ചിട്ട് BMCയും ഒരു 8 പേരാണ്. അവരൊക്കെ ഇതൊന്ന് പരിശോധിക്കാം. ഇതൊന്ന് പരിശോധിച്ചിട്ട് ഇതിന് ഒരു വിശകലന റിപ്പോർട്ട് ഉണ്ടാക്കുക. അപ്പൊ എങ്ങനെയാ വിശകലന റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ മാർഗരേഖ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകത്തിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളതൊക്കെ. അപ്പൊ അതിന്റെ ഒരു ആ ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് ഇവര് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് ഷെയർ ചെയ്യും.
ഇപ്പൊ നിങ്ങൾ ഈ സർവേ തുടങ്ങുന്നതിന് മുമ്പേ ആ PDF-ലൂടെ ഒന്ന് കടന്നു പോകണം. അതിൽ കൃത്യമായിട്ടും ജൈവവൈവിധ്യം എന്താണ്, PBR എന്താണ്, ഇതിന്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ വിശകലന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ പറയട്ടെ, ഭരണസമിതിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമല്ല. കാരണം ഇത് ചെയ്യുന്നത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വോളണ്ടിയേഴ്സ്, NS കുട്ടികളായാലും ആരായാലും അവരാണ്. പിന്നെ ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇദ്ദേഹത്തെ പോലെ ഇതിൽ തൽപരരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടെങ്കിൽ ഭരണസമിതികളൊക്കെ മാറി മാറി വന്നാലും അവരുടെ ഒരു മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ എഗെയിൻ നമ്മൾ വിശകലന റിപ്പോർട്ടിൽ എത്തി കേട്ടോ. അപ്പൊ ആ വിശകലന റിപ്പോർട്ടില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ഇപ്പൊ പഞ്ചായത്തിന്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു വാർഡിൽ 450 വീടുണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, പഞ്ചായത്തിന്റെ കേസിൽ ഇവിടെ കൂടുതലുണ്ടാവും. അപ്പോ നമ്മൾ പഞ്ചായത്തിൽ പറയാറ് ഏകദേശം ഒരു 30% എങ്കിലും റീസർവേ, നമ്മൾ റീസർവേ ആണല്ലോ ചെയ്യാൻ പോണത്. കളർന്നോ? 30% എങ്കിലും നിങ്ങൾ സർവേ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു 20% എന്നൊക്കെ പറയുമ്പോൾ ഒരു 90 വീട്. ഓക്കെ, 30% കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഒരു വാർഡ് ഇങ്ങനെയുള്ള ഒരു സർക്കിൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ സർവേ ചെയ്യാൻ എത്ര ശതമാനം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളെ വാർഡിനെ നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനെ നെടുകയും കുറുകയും നമ്മൾ ബൈസെക്ട് ചെയ്യാം, മുറിക്കാം. ഓക്കെ, അപ്പൊ മുറിച്ചു കഴിഞ്ഞാൽ 4 പോർഷൻ കിട്ടിയില്ലേ? ആ 4 പോർഷനും ഈക്വൽ നമ്പർ വീടുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അല്ലാതെ നമ്മുടെ ഒരു വാർഡിലെ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഏരിയ ആയിരിക്കാം മറ്റ് ഈ ഭാഗത്തൊക്കെ കിടക്കുന്നത്. അപ്പൊ അത് നമ്മൾ മിസ് ഔട്ട് ആവും. അതുകൊണ്ട് ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്തിട്ട് ഈക്വൽ നമ്പർ ഓഫ് വീടുകൾ ഓരോ സെക്ഷനും എടുത്തിട്ടാണ് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ വേണം നമ്മൾ വീട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മുടെ വാർഡ് കൗൺസിലേഴ്സ് ആണ്. അപ്പം വാർഡ് കൗൺസിലേഴ്സുമായിട്ട് നിങ്ങളൊന്ന് ഇരിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ കോർ ഗ്രൂപ്പ് മീറ്റിംഗ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ മീറ്റിംഗ്. അപ്പൊ ആദ്യം ഘട്ടം ഇതിന് വിശകലന റിപ്പോർട്ട് ഉണ്ടാക്കുക. ഇതൊന്നും പറയാതെ എനിക്ക് തീർക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചു വിട്ടേനെ, ഒരു കണക്ഷനും ഇല്ലാണ്ടായിപ്പോ. അപ്പം ആദ്യം ഈ പുസ്തകത്തിന് ഒരു വിശകലന റിപ്പോർട്ട് ഉണ്ടാക്കുക. ആ റിപ്പോർട്ടും വെച്ചിട്ട് ഒരു കോർ ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തുക. ഇതൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ, BMC. അപ്പൊ അതില് അതായത് ഇപ്പൊ മോൾ ഏത് വാർഡിലാ, ഏത് ഡിവിഷനിലാ അറിയില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ വാർഡ് നമ്പർ 2 ആണെന്ന് വിചാരിക്കാം. എനിക്ക് ഈ ഡിവിഷനും വാർഡും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വാർഡ് നമ്പർ 2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ അതില് 2 കുട്ടികൾ, ഇവർ രണ്ടുപേരും അവിടെ സർവേ ചെയ്യാനുള്ള കുട്ടികളാണെന്ന് വിചാരിക്കാം. അവിടുത്തെ കൗൺസിലറും ഉണ്ടാവും. ഓക്കെ, അപ്പൊ കൗൺസിലറിന്റെ നേതൃത്വത്തിലാണ് ഇത് മുന്നോട്ട് പോവേണ്ടത്. പ്ലസ് ആ വാർഡ് നമ്പർ 2-ല് ഇവർക്കൊക്കെ പരിചിതമായിട്ടുള്ള അറിവുള്ള ആളുകൾ ഉണ്ടാവും. അറിയപ്പെടുന്ന ആളുകളെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതേപ്പറ്റി, നമ്മളെ കൃഷിയെ പറ്റി, നാട്ടറിവിനെ പറ്റി, പരിസ്ഥിതിയെ പറ്റി ഇതിനെ കമന്റ് ചെയ്യാൻ സാധിക്കുന്ന അറിവുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ഒരു 3-4-5 പേര് ഇരിക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെടുകയും കുറുകയും ബൈസെക്ട് ചെയ്തിട്ട് ഏതൊക്കെ വീടാണ് ഈ കുട്ടികൾ ഇനി പോയിട്ട് സർവേ ചെയ്യേണ്ടതെന്നുള്ളത് ആ മീറ്റിംഗിൽ വേണം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു 150 വീട് അല്ലെങ്കിൽ 200 വീടുണ്ടെങ്കിൽ അത് ഏതൊക്കെ വീടാണെന്ന് കൗൺസിലർക്ക് അവരുടെ ഡിവിഷനെ പറ്റി നല്ല ധാരണ ഉണ്ടാവുമല്ലോ. അവര് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് തരും. ഇന്ന ഏരിയയിൽ ഈ വീട് എന്ന് പറഞ്ഞിട്ട് പേരെഴുതി തരും. അപ്പൊ നിങ്ങൾക്ക് എന്തായി, നിങ്ങൾ സർവേ ചെയ്യാൻ പോവേണ്ട വീടുകളായി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ചെയ്യാനുള്ള ജോലിയാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം നിങ്ങൾ പോകേണ്ട വീടുകളായി. ഇനി വേണ്ടത് ഏതൊക്കെ ആവാസ വ്യവസ്ഥകളാണ്. ആവാസ വ്യവസ്ഥകൾ മസ്റ്റ് ആണ്. കാരണം ഒരു ആവാസ വ്യവസ്ഥന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം, അത് പറയാതെ നിവർത്തിയില്ല. കാവുകൾ എന്ന് കേട്ടിട്ടില്ലേ നമ്മള്? അപ്പം കാവുകളില് നമ്മുടെ ഒരു സാറ് KFRI-യിലെ സജീവ് സാർ എന്ന് പറഞ്ഞിട്ട് ഒരു സാറ് കാവ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇവിടെ ചെങ്ങോട്ട് കാവ്, ഇവിടെ അടുത്തുള്ള ഒരു പഞ്ചായത്തിൽ വന്നായിരുന്നു. അപ്പോ ആ സാറ് അതിനെപ്പറ്റി പല ഗൈഡൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് അവിടെ വവ്വാലുകളുള്ള സ്ഥലമാണ്, അപ്പൊ എണ്ണം കുറഞ്ഞു വരുന്നു. അപ്പൊ പറഞ്ഞു അപ്പൊ അവിടെ ഉള്ളവര് പറഞ്ഞു അവരുടെ ഭക്ഷിക്കാനുള്ള സാധനങ്ങളുടെ ഒരു ലഭ്യത കുറവുകൊണ്ടാണ്, അത് പലതും പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ കഥയാണെ കേൾക്കണം. അപ്പോ സാറ് പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല, അവർക്ക് ദൂരെ പോയി ഭക്ഷണമൊക്കെ കണ്ടുപിടിക്കാനുള്ള അതൊക്കെ അവർക്കറിയാം. പക്ഷെ നമുക്കൊക്കെ എന്താ വേണ്ടത്, നമ്മൾ എത്ര തന്നെ ഭക്ഷണം കഴിച്ചാലും എത്ര തന്നെ എന്റർടൈൻ ചെയ്താലും പ്രോപ്പർ റെസ്റ്റ് മസ്റ്റ് അല്ലേ? സയന്റിഫിക്കലിയും അല്ലാതെയും ഒക്കെ. ഇതന്നെ ഇപ്പൊ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയില്ല, ഉറക്കം വരുന്നു. ആ അവസ്ഥയിലാണ് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട് എനിക്കറിയാം. അപ്പോ പ്രോപ്പർ റെസ്റ്റ്, പ്രോപ്പർ ഉറക്കം എന്നൊക്കെ ഉള്ളത് മസ്റ്റ് ആണ്.
അല്ലെ? നമുക്കറിയാവുന്ന നമ്മുടെ തലച്ചോറിനും പ്രവർത്തനത്തിനും ഒക്കെ അതിലേക്കൊന്നും പോകണില്ല. അപ്പം ഇവർക്ക് ഉറങ്ങുന്ന സ്ഥലമാണ് ഇവരുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന കാവുകള്. ഓക്കെ, അപ്പൊ ഈ കാവുകൾ പലരും മരം മുറിക്കലും വെട്ടി നശിപ്പിക്കലും ഒക്കെ ആവുമ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റിംഗ് പ്ലേസ്, റൂസ്റ്റിംഗ് പ്ലേസ് ഒക്കെ നഷ്ടപ്പെടുകയാണ്. ഓക്കെ, അപ്പം ഇവരെന്ന് പറയുന്നത് ഈ നടക്കുന്ന അല്ലെങ്കിൽ ഓടുന്ന ജീവികളെക്കാളും ഇവര് ഉഷ്ണരക്ത ജീവികളാണ്. അപ്പം ഇവരുടെ ഉള്ളില് കുറെ വൈറസസ് ഉണ്ടാവും. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? വവ്വാലുകളും വൈറസ് എന്നൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ടും നിപ്പ. ഓക്കെ, അപ്പോ അങ്ങനെ ഇവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ തകർക്കപ്പെട്ടപ്പോഴാണ് ഇവരുടെ ഉള്ളിലുള്ള ഇത്തരം വൈറസുകൾ എലിമെന്ററി കനാലിലൂടെ പുറത്തു വന്നത്. അതിന്റെ ഒരു റിസൾട്ട് ആയിരുന്നു നമ്മുടെ നിപ്പ. ഓക്കെ, എ സ്മോൾ എക്സാമ്പിൾ ഓൺലി. ഓക്കെ, അത് ചെറിയൊരു കാര്യം മാത്രം. ഇതിലും ഭീകരമായിട്ടുള്ള സാധനങ്ങൾ ഇത്തരം ജീവികളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? കാവ് വെട്ടി നശിപ്പിക്കാൻ പാടുണ്ടോ? അപ്പോ ആവാസ വ്യവസ്ഥ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ നിലനിൽപ്പിന് കൂടി. കണ്ടോ, നമ്മളെ ബാധിച്ചു തുടങ്ങി. നിപ്പ എന്നുള്ളത് ബാധിച്ചത് നമ്മളെയാണ്. അപ്പൊ നമ്മള് ഓക്കെ, ഇതിലും വലിയ ഭീകരന്മാര് വരാനുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നു, കാവുകളെ സംരക്ഷിക്കുക എന്നുള്ള പ്രോജക്റ്റ് വരുന്നു. പഞ്ചായത്തുകളൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു, അവർ ചെയ്യുന്നു ഇങ്ങനെ. ഓക്കെ, അപ്പോ ആവാസ വ്യവസ്ഥ, കാവ് ഇതേപോലെ ഒരു ആവാസ വ്യവസ്ഥയാണ്. കണ്ടൽ കാടുകളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നിനെ പറ്റി കഥകൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കണ്ടൽ കാടുകള്, പുഴകള്, വയലുകള്, കുന്നിൻ പ്രദേശങ്ങൾ, ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ അറിയണം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഏതൊക്കെ ആവാസ വ്യവസ്ഥകൾ ഉണ്ട് എന്നുള്ളത്, വേണ്ടേ? ഓക്കെ, അപ്പൊ ഇതേപോലെ മറ്റൊരു പഞ്ചായത്തിൽ ആദ്യ വോളിയം PBR, ഇതിനെയാണ് ആദ്യ വോളിയം PBR എന്ന് പറയാ. ആദ്യ വോളിയം PBRൽ എത്ര കാവുകൾ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തത് 5 കാവുകളായിരുന്നു. 4 5 കാവുകളായിരുന്നു ഇതിന്റെ അവസാന പേജിൽ അവർ റിപ്പോർട്ട് ചെയ്തത്. എഗെയിൻ ഇവരുടെ സെക്കൻഡ് വോളിയം PBR ഇവർ ചെയ്യുന്നത് 10 വർഷമാണ്. അപ്പൊ അവിടുത്തെ ടീം കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉള്ള ഒരു സെറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവര് നടന്ന് കണ്ടുപിടിച്ചപ്പോ അവർക്ക് മനസ്സിലായത് ആ പഞ്ചായത്തിൽ 55 കാവുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആദ്യം ഒരു 10 വർഷം മുന്നേ റിപ്പോർട്ട് ചെയ്ത 5 കാവുകള്, 10 വർഷത്തിന് ശേഷം റിപ്പോർട്ട് ചെയ്തത് 55 കാവുകൾ. ഉണ്ടായി വരുമോ ഒരു 10 വർഷത്തിലൊക്കെ കാവുകളൊക്കെ? തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതൊരു പ്രോപ്പർ റിപ്പോർട്ടിംഗ് അല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമായിരുന്നു. അപ്പം പലതും ശോഷിച്ചു പോയിട്ടുണ്ടാവും, നശിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ അപ്പോ റിപ്പോർട്ടിംഗ് മസ്റ്റ് ആണ്. സോ വി ആർ ഗോയിങ് ടു റിപ്പോർട്ട് ദാറ്റ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എല്ലാ വാർഡുകളിലും ഏതൊക്കെ ആവാസ വ്യവസ്ഥകൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആവാസ വ്യവസ്ഥയ്ക്ക് ഒറ്റ ഫോമേ ഉള്ളൂ. ആ ഫോമിൽ ചോദിക്കുന്നത് ഏത് ഡിവിഷനിലാണ്, ഏതാണ് പേര്, എത്ര വിസ്തീർണമുണ്ട്, അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് അവിടെ ഉള്ളവർ പറഞ്ഞു തന്നാൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പറയാം. പക്ഷെ അത് അവിടെ ഉണ്ട് എന്നുള്ളത് പറയേണ്ടത് നിങ്ങളാണ്. ആ പഞ്ചായത്തിൽ അവരിപ്പോ റിപ്പോർട്ട് ചെയ്തത് 55 കാവുകൾ, 78 പുഴ, എത്രയോ വയല്, അങ്ങനെയൊക്കെയാണ്. അപ്പം അത്രയും ഭംഗിയായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ വാർഡ് പോകുന്ന ഈ കുട്ടിക്ക് അറിയണമെന്നില്ല അവിടെ ഏതൊക്കെ ആവാസ വ്യവസ്ഥ ഉണ്ടെന്നുള്ളത്, അല്ലെ? മോളുടെ വീടിന്റെ അടുത്തെന്നല്ല, ആ വാർഡിൽ അറിയണമെന്നില്ല. അപ്പൊ എന്താ ചെയ്യാ? ആ നേരത്തെ പറഞ്ഞ വിശകലന റിപ്പോർട്ട്, ആ മീറ്റിംഗ് ഇല്ലേ, വിശകലന റിപ്പോർട്ട് അല്ല, എന്തായിരുന്നു ആ മീറ്റിംഗ്? എന്താ പറയാ? കോർ ഗ്രൂപ്പ് മീറ്റിംഗ്. ആ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൗൺസിലറും വോളണ്ടിയേഴ്സും, അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ആ ഒരു വാർഡിനെ പറ്റി അറിയുന്ന കുറച്ച് നാട്ടറിവുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയാം ഇവിടെ ഒരു വയലുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തൊരു കാവുണ്ട്, ഇപ്പുറത്തൊരു പുൽമേടുണ്ട്, കുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പം അതൊക്കെ പ്രോപ്പർ ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ നിങ്ങൾ അത് മാർക്ക് ചെയ്ത് വെക്കുക. അവിടെ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് എങ്ങനെ കളക്ട് ചെയ്യുക? അതിന് നിങ്ങൾ തല പോയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഗൈഡ് ലൈൻസ് പുസ്തകത്തിൽ കൃത്യമായിട്ട് ഫോമുകൾ ഉണ്ട്. ആ ഫോമിലെ ചോദ്യങ്ങൾ, ഒരു കാവാണെങ്കിൽ ആ കാവിനൊരു ഉടമസ്ഥൻ ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടേക്ക് പോകാനുള്ള പെർമിഷനൊക്കെ ഇവിടുന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വാങ്ങി തരും. പെർമിഷനോട് കൂടിയേ പോകാൻ പാടുള്ളൂ. പല സ്ഥലങ്ങൾക്കും എൻട്രി റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടാവും ഇത്തരം കാവുകളും മറ്റൊക്കെ ആവുമ്പോൾ, ഈ ആരാധനാലയങ്ങളൊക്കെ ആവുമ്പോൾ. അപ്പൊ ഇവരുടെ പെർമിഷനോട് കൂടിയിട്ട് പോവുക, എന്നിട്ട് പറയുന്ന ഡീറ്റെയിൽസ് എഴുതിക്കൊണ്ടുവരിക. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പൊ നിങ്ങളുടെ ഒരു ഫോം, ഇതിൽ 3 തരം ഫോമുകളാണുള്ളത്. ഒന്ന് ഗാർഹിക ജൈവ വൈവിധ്യം, ഗാർഹികേതര ഗാർഹിക ജൈവ വൈവിധ്യം പറഞ്ഞാൽ എന്താ? ഗാർഹിക ജൈവവൈവിധ്യം പറഞ്ഞാല് വീട്ടുവളപ്പിലെ ജൈവവൈവിധ്യം. നമ്മളെ ഒരു വീട്ടില് നിങ്ങൾ സർവേ, അതിനാണ് ഞാൻ നേരത്തെ വീടിന്റെ എണ്ണം പറഞ്ഞത്. ഓക്കെ, ഒരു 200 വീട് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. അപ്പൊ ആ ഒരു വീട്ടിൽ പോകുമ്പോ അവിടെയുള്ള ചെടികൾ, ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളെ വീട്ടില് കൊണ്ട് നടുക ചിലപ്പോ ഭംഗിയൊക്കെ നോക്കിയിട്ടായിരിക്കും, അല്ല അതിനെപ്പറ്റി അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. അപ്പൊ ഏതാ ചെടി അറിയില്ല, അവര് തന്നെ നല്ല ഭംഗിയുള്ള പൂവൊക്കെയാണെന്നേ നമ്മൾ പറയുള്ളൂ. അപ്പൊ എന്താ ചെയ്യാ? ഒന്നുകിൽ പോകുന്ന നമുക്കറിയണം, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന അവർക്ക് അറിയണം. രണ്ടും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കണേ. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല കേട്ടോ,
അല്ലെ ഇവര് പറഞ്ഞു, ഇവിടെ നല്ലോണം ശ്രദ്ധിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കുറെ ആപ്പ് യൂസ് ചെയ്യാം. നിങ്ങൾ കുട്ടികളായതുകൊണ്ട് ചില പഞ്ചായത്തിലൊക്കെ പ്രായമുള്ള ആൾക്കാരാകുമ്പോൾ എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആപ്പ് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ തുടങ്ങി അയ്യോ ഒരു രക്ഷയില്ല, ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ്. അപ്പൊ നമുക്ക് കുറെ ആപ്പ് ഉണ്ട്. പ്ലാന്റിനെ കണ്ടുപിടിക്കാനുള്ള ആപ്പുകളുണ്ട്, ഈ പ്ലാന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആപ്പിന്റെ ലിസ്റ്റ് ഒക്കെ ഞാൻ തരാം. അപ്പൊ അതിലൊരു ഫോട്ടോ എടുത്തിട്ട് ആ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്താൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അത് പറഞ്ഞുതരും, എഴുതി വെക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് വീടുകളിലൊക്കെ നിങ്ങൾ ജിയോ ടാഗ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കണം. ചിലപ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചേക്കാം, പത്രത്തിലൊക്കെ വരും. നമ്മളിങ്ങനെ സർവേയിൽ പോയപ്പോൾ ഇന്ന 2 ആളുകളുടെ പേരൊക്കെ കൊടുത്തിട്ട് കുട്ടികൾ കണ്ടുപിടിച്ച സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അതുകൊണ്ട് മാത്രമല്ല, ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വെക്കാൻ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കോമൺ ആയിട്ടുള്ള എന്നല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ വേണം. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ജിയോ ടാഗ് ചെയ്തില്ലെങ്കിൽ പിന്നെ മനസ്സിലാവില്ല ഇത് എവിടുന്ന എടുത്തതെന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പിക്ചേഴ്സ് ബൾക്കിലി നമുക്ക് അവസാനം ഡിലീറ്റ് ചെയ്യാം, പക്ഷെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ അത് സ്റ്റോർ ചെയ്യണം. അപ്പൊ ഇവർക്ക് അത് പ്രിഫർ ചെയ്യണമെങ്കിൽ ടാഗ് നോക്കിയിട്ട് ലൊക്കേഷൻ നോക്കിയിട്ട് പോകാൻ പറ്റും. ഓക്കെ. പിന്നെ ചില എന്താ പറയാ സർപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ട്, സ്നേക്കിപീഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ട്. അപ്പൊ അതെന്തിനായിരിക്കും? പാമ്പുകളെ പറ്റിയിട്ട്. അപ്പൊ ചിറങ്ങി തരാനും ആരും ഇല്ലെങ്കിൽ ഫോട്ടോ എടുത്താൽ മതി. പാമ്പുകളെയൊക്കെ രസല്ലേ, ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് പാമ്പിനെയൊക്കെ അല്ലെ അതിന്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാം. അങ്ങനത്തെ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് വിചാരിക്കുക അല്ലെ. പിന്നെ അതുപോലെ ഈ കിളി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഒക്കെ ഉണ്ട്. അപ്പോ നമ്മള് കിളീനെ ഇതേ പോണോന്ന് പറഞ്ഞിട്ടേ കാണുള്ളൂ, ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ ചിലപ്പോൾ അവര് ചെലച്ചോണ്ടായിരിക്കും പോവാ. അപ്പൊ സൗണ്ട് റെക്കോർഡ് ചെയ്താല്, സൗണ്ട് അപ്ലോഡ് ചെയ്താല് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് കിളികളുടെ, ബേർഡ്സിന്റെ ഒക്കെ അങ്ങനെയുള്ള ആപ്പുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഭയങ്കര രസമായിട്ട് മുന്നോട്ട് പോവാ. അല്ലാതെ അയ്യോ എന്ന് പറഞ്ഞിട്ട് ചെയ്താല് നമുക്കത് പണിയായിരിക്കും കേട്ടോ. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ കാര്യം. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. വീടുകളിൽ പോവാ. അപ്പൊ വീട്ടിലുള്ള സസ്യങ്ങളുടെ, പ്ലാന്റിന്റെ, മരങ്ങളുടെ ഒക്കെ ഡാറ്റ കളക്ഷൻ എടുക്കുക. അവിടെയുള്ള മൃഗങ്ങളുടെ, അവര് വളർത്തു മൃഗങ്ങളുടെ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. പിന്നെ അതിനൊക്കെയാണ് നമ്മൾ ഗാർഹിക ജൈവവൈവിധ്യം എന്ന് പറയുക. ഇനി ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ് ഗാർഹികേതര ജൈവവൈവിധ്യം എന്ന് പറയുന്നത്. ഗാർഹികേതര ജൈവവൈവിധ്യം എന്ന് പറയുന്നത് വീടുകളിലെ അല്ലാത്ത പോകുന്ന വഴിക്കുള്ള ഇടവഴിയിലെ, നാട്ടുവഴിയിലെ ഒക്കെ ഉള്ളതിനെയാണ് നമ്മൾ ഗാർഹികേതര ജൈവവൈവിധ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിന്റെ ഡാറ്റ കളക്ഷൻ മിക്കവാറും നമ്മൾ എങ്ങനെ ചെയ്യാം? ആപ്പ് യൂസ് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഉള്ളത് ആവാസ വ്യവസ്ഥ. അങ്ങനെ 3ആണ്: ഗാർഹികേതരം, ആവാസ വ്യവസ്ഥ, വൈവിധ്യം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഞാൻ പറഞ്ഞു ഒറ്റ ഫോമേ ഉള്ളൂ, ഒരു പേജ് ഫോമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്രയും നിങ്ങൾ ചെയ്യാനുള്ളൂ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നാട്ടറിവ് ശേഖരണമാണ്, നാട്ടറിവ് വിവര ശേഖരണമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ വൈദ്യന്മാര് ഉപയോഗിക്കുക എന്തായിരിക്കും? പല ചെടിയുടെ ഇലയായിരിക്കാം, തണ്ടായിരിക്കാം, വേരായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ ഇതൊക്കെ എന്താ? ജൈവ വിഭവമാണ്. ജൈവ വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യണത്? ചികിത്സാ രീതികൾ നടത്തുന്നത്. പിന്നെ അതിന്റെ കൂട്ടമിശ്രണം, ഏത് സെലക്ഷൻ ഒക്കെ വ്യത്യാസമായിരിക്കും. പക്ഷെ ആ ഒരു വിവരശേഖരണവും കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ കോർ ഗ്രൂപ്പ് മീറ്റിംഗിൽ ഇവർ പറയും നമ്മുടെ വാർഡിൽ ഇത്ര നാട്ടറിവുള്ള ആളുകളുണ്ട്. ഒരു വാർഡിൽ ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ, അപ്പൊ പണി കുറഞ്ഞു. ഒരു വാർഡിൽ ചിലപ്പോൾ 5-8 ആളുകൾ ഉണ്ടെങ്കിൽ പണിയായി. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കാം. അതിനുള്ള ചോദ്യങ്ങളുടെ ഫോം ഒക്കെ നമ്മളതിലുണ്ട്. അവരുടെ പേര്, ആൺ പെണ്ണാണോ, വയസ്സ്, അഡ്രസ്സ്, ഫോൺ നമ്പർ ഒക്കെ വാങ്ങിക്കുക. ചെറിയ പണിയാണ്. പിന്നെ അവരോട് ചോദിക്കുക നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ചികിത്സാ രീതി അറ്റൈൻ ചെയ്ത്. ചിലപ്പോൾ അവർ പാരമ്പര്യമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ സയന്റിഫിക്കലി പഠിച്ചതായിരിക്കാം, കൈമാറ്റം കിട്ടിയ വിവരങ്ങളായിരിക്കാം. അപ്പൊ ഇതിൽ ഏതാണ്? ഇതൊക്കെ ഈ ഫോമിലുള്ള കാര്യമാണ്. ഞാൻ ആ പുസ്തകം കൊണ്ടുവരാത്തതുകൊണ്ടും ഈ ഫോൺ എടുത്ത ഈ ഒച്ച ഒന്നും കൂടി കൂടുന്നുള്ളതുകൊണ്ടാണ് നോക്കാത്തത്. അപ്പം അത്തരം ചോദ്യങ്ങളാണുള്ളത്. നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൽ ഇങ്ങനെ ഒരു ഔട്ട്ലൈനിലൂടെ ഞാൻ പോയാൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു അപ്പോ നമ്മളെ കൗൺസിലർമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വേണം ഇവർക്ക് ഈ ലിസ്റ്റ് കൊടുക്കാൻ. അല്ലാതെ ഇവരെ തുറന്നിട്ട് ഇതുപോലെ ഒരു കൂട് തുറന്ന് വിട്ടാൽ ശരിയാവില്ല. കൃത്യമായിട്ട് ഇവർക്ക് വീടുകളുടെ എണ്ണം കൊടുക്കണം, നാട്ടറിവുള്ള ആളുകളുടെ എണ്ണം കൊടുക്കണം, അവരുടെ വീടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം, പിന്നെ ആവാസ വ്യവസ്ഥ ഏതൊക്കെയാണെന്നും കൊടുക്കണം. അപ്പൊ അവിടെ പോയി അവരുടെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഫോൺ നമ്പർ വാങ്ങിച്ചു. ഇവരുടെ ഈ ഒരു സിദ്ധി ഇവർക്ക് എങ്ങനെ കിട്ടിയതാണ് എന്നുള്ളത് ചോദിച്ചു. അവർ ഉപയോഗിക്കുന്ന ജൈവ വിഭവങ്ങൾ പയ്യോളി മുനിസിപ്പാലിറ്റി പരിധിയിലുള്ളതാണോ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് അവര് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പണിയില്ലല്ലോ, എളുപ്പല്ലേ? എളുപ്പല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത്രയും ഡാറ്റ കൊണ്ടുവന്നാല് നമ്മുടെ നാട്ടറിവ് കഴിഞ്ഞു, നാട്ടറിവ് സെക്ഷൻ കഴിഞ്ഞു. ഈ വൈദ്യന്മാര്, ഹക്കീമുകളൊക്കെ അല്ലാതെ തന്നെ എന്താണ്
കലകളുണ്ടല്ലോ, തെയ്യം, തിറ തുടങ്ങിയ കലകളുണ്ട്. അതിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജൈവ വൈവിധ്യം ഉപയോഗപ്പെടുന്നത്? യെസ്, എക്സാക്ട്ലി. അവർ ഉപയോഗിക്കുന്ന ചായക്കൂട്ടുകള്, മറ്റേ തിമിലയുടെ ഒക്കെ ആ ഓരോ ഭാഗങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ അടിക്കുന്ന ഭാഗം ഉണ്ടാക്കുന്നത് ഒരു ജൈവ വിഭവം കൊണ്ടാണ്. അതിന്റെ കളറുകൾ ഉണ്ടാക്കുന്നത്, ആ കെട്ട് കളറുകൾ ഉണ്ട്, അങ്ങനെ ആ കോൽ ഉണ്ടാക്കുന്നത് ഒക്കെ ഓരോ നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങളാണ്. അപ്പോ അവരെടുത്ത് പോയി ചോദിച്ചാൽ അവർ പറയും ഈ ചായക്കൂട്ടുകളൊക്കെ പല പൂവും കായും ഒക്കെ ഉണക്കി പൊടിച്ചതാണ്, അല്ലാതെ കൃത്രിമമായിട്ടുള്ള ഒരു കെമിക്കലും ഉപയോഗിച്ചിട്ടല്ല അവർ പെയിന്റ് ചെയ്യണത്, നമ്മൾ മേക്കപ്പ് ചെയ്യണ പോലെയല്ല. അപ്പം അത് ഏതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്, നമ്മുടെ മുനിസിപ്പാലിറ്റി പരിധിയിൽ നിന്നാണോ കളക്ട് ചെയ്യുന്നത്, ഇപ്പോ ഉള്ള അവര് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, മുന്നേ ഇതൊക്കെ കിട്ടാൻ എളുപ്പമായിരുന്നോ, ഇപ്പൊ ഇത് കിട്ടുന്ന ബുദ്ധിമുട്ടാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോ ഇത്രയും ആയാലും നമ്മൾ നാട്ടറിവിന്റെ ഡാറ്റ കളക്ഷൻ കഴിഞ്ഞു, നാട്ടറിവ് ഡാറ്റ കളക്ഷൻ കഴിഞ്ഞു, ആവാസ വ്യവസ്ഥ ഡാറ്റ കളക്ഷൻ കഴിഞ്ഞു, ഗാർഹികേതര ഡാറ്റ കളക്ഷൻ കഴിഞ്ഞു, ആപ്പ് ഉണ്ടല്ലോ. പിന്നെ ഉള്ളത് ഗാർഹിക ജൈവവൈദ്യമാണ്. അതിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പിന്നെ ഉള്ളത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പൊതുവിവരങ്ങളാണ്. പൊതുവിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഫോമുകൾ ഉണ്ട്. അതിൽ നിങ്ങൾ ആരും ഇടപെടണ്ട, നമുക്ക് ആ പണിയില്ല. എന്താ അറിയോ, പയ്യോളി മുനിസിപ്പാലിറ്റി എത്ര വില്ലേജ് ബ്ലോക്ക് ഏതിലൊക്കെ പെടുന്നു, എത്ര സ്ത്രീ പുരുഷ അനുപാതം, സ്ത്രീകൾ പുരുഷന്മാര്, പിന്നെ പ്രളയം മറ്റ് ബാധിച്ചതാണ്, അങ്ങനെയുള്ള വിവരങ്ങളൊന്നും നമ്മൾ കൊടുക്കണ്ട. ഇവരുടെ അടുത്ത് ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഫയൽസ് ഉണ്ട്, റെക്കോർഡ്സ്, റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യുന്ന ആൾക്കാർ അത് എഴുതിയെടുത്തോളൂ. അപ്പൊ ആ ഫോം നമ്മൾ ടച്ച് ചെയ്യേണ്ട. നമ്മൾ ടച്ച് ചെയ്യേണ്ട 3 തരം ഫോമുകൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഗാർഹികേതരവും ആവാസ വ്യവസ്ഥയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഫൈനൽ വൺ. ഇതോടുകൂടി ഞാൻ തീർക്കാണ്, ശ്രദ്ധിക്കണേ. 1-2 ഫോം ഞാൻ വായിക്കാം, ബാക്കിയൊക്കെ അതിന്റെ റിപ്പീറ്റേഷൻ ആണ്. ഓക്കെ, ഉപവിഭാഗം കാർഷിക ജൈവ വൈവിധ്യത്തിലെ ഫോമുകള് 10 തരം ഫോമുകൾ ഉണ്ട്. അതിലൊരു ഫോം മാത്രം ഞാൻ വായിക്കുകയാണേ. അപ്പൊ നിങ്ങൾ ഇത് തുടങ്ങേണ്ട എങ്ങനെയാ അറിയോ, നിങ്ങൾക്ക് ഈ ഫോമുകളുടെ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഈ ഫോമുകളൊക്കെ ചേർത്തുള്ള ഒരു ബുക്ക്ലെറ്റ് ഇവർ തരും. കാരണം നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് അറിയണല്ലോ. സോഫ്റ്റ് കോപ്പി ഇതേപോലെ കയ്യിലുണ്ടാവും. ബട്ട് സ്റ്റിൽ ഒരു വാർഡിന് 2 പേരാണെങ്കിൽ 2 പേർക്കും ഇതേപോലത്തെ ഒരു 10-32 പേജ് വരുന്ന ഒരു ബുക്ക്ലെറ്റ് ആണ്. ആ ബുക്ക്ലെറ്റ് അവർ തരും. കൂടാതെ ഒരു നോട്ട്ബുക്കും പേനയും തരും. അപ്പൊ നിങ്ങൾ ആ ബുക്ക്ലെറ്റിലല്ല ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മള് ഒരു ഇനം തെങ്ങാണെങ്കിൽ ഇത് ഒറ്റ ഫോമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്ന 10 ദിനം തെങ്ങുകളാണെങ്കിൽ അതിൽ എഴുതി കൊള്ളിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പോകുന്നത് ഇപ്പോ ഗാർഹിക ജൈവവൈവിധ്യം വീട്ടുകളിലേക്കുള്ള സർവേ ആണെങ്കിൽ അവിടെ എഴുതുക, നിങ്ങളെ ബുക്കിൽ എഴുതുക, ഡേറ്റ് ഇട്ടിട്ട് ഗാർഹിക ജൈവവൈവിധ്യം, അതിൽ ധാന്യങ്ങൾ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ അന്നത്തെ ഡാറ്റ കളക്ഷൻ ഉണ്ടെങ്കിൽ 2.1.1 ആണ് ആ ഫോമിന്റെ നമ്പർ. അപ്പൊ ആ ഫോമിന്റെ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. അല്ലാതെ അവസാന സമയത്ത് ഇത് കൺസോളിഡേറ്റ് ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാവില്ല. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ ഫോം നമ്പർ, ഇപ്പൊ ആ ബുക്ക്ലെറ്റ് ഒക്കെ നിങ്ങളെ കയ്യിൽ ഈ ക്ലാസ്സിന് വരുമ്പോഴേക്ക് കൊടുക്കണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ക്ലാസ് ആയതുകൊണ്ടാണ് കൂടുതൽ പ്രീ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോ 2.1.1 കാർഷിക വിളകൾ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് സബ് ഹെഡിങ് ആയിട്ട് ധാന്യങ്ങൾ ഉദാഹരണമാണ് പറയുന്നത്. അതിൽ വരുന്നത് ധാന്യങ്ങൾ, എണ്ണക്കുരുവിള, നാണ്യവിള, കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയാണ് ഈ ഒരു കാറ്റഗറി 2.1.1 എന്നുള്ള ഫോമിൽ വരുന്നത്. പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച് എഴുതാൻ പറ്റില്ലല്ലോ. നമ്മൾ അന്ന് ചെയ്യുന്നത് ധാന്യങ്ങളാണെങ്കിൽ ധാന്യങ്ങൾ എന്ന് എഴുതിയിട്ട് എക്സാമ്പിൾ ഫോം ഞാൻ വായിക്കുകയാണേ, ശ്രദ്ധിക്കണേ. വിള, ഫോർ എക്സാമ്പിൾ നെല്ല്. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ശാസ്ത്രീയ നാമമാണ്. ശാസ്ത്രീയ നാമം നമ്മൾ എഴുതിക്കൊള്ളുന്നില്ല, നമുക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല. അപ്പൊ ആ കോളം നിങ്ങൾ വിടുക. അത് പിന്നീട് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവര് നെറ്റ് നോക്കിയിട്ടോ അല്ലാതെയോ എക്സ്പെർട്ടിന്റെ സഹായത്തോടെ കൂടിയൊക്കെ ഇവർ എഴുതിക്കൊള്ളും. അപ്പോ ആ പേര് വിട്ടാലും ഒറൈസ സെറ്റൈവ എന്നുള്ളതാണ് നമ്മൾ നെല്ലിന്റെ ശാസ്ത്രീയ നാമം എങ്കിലും അറിയില്ലെങ്കിൽ നിങ്ങൾ വിടുക. പിന്നെ പ്രാദേശിക ഇനം. അപ്പൊ നമ്മളിപ്പോ ഒരു ഒരു കർഷകന്റെ അടുത്താണ് പോയെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ ഡീറ്റെയിൽസും അറിയാം, നമ്മളൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പേര് ഇപ്പൊ അദ്ദേഹം ഫോർ എക്സാമ്പിൾ പറയുന്നു, ആ നെല്ലിന്റെ പേര് വെളിയൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എഴുതി വെച്ചു. അപ്പൊ നമ്മൾ എന്താ എഴുതുക, വിള ഹൈഫൺ ഇട്ടിട്ട് നെല്ല്. ശാസ്ത്രീയ നാമം അറിയില്ലെങ്കിൽ ഒരു ഡാഷ് ഇട്ട് വെക്കാം. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രാദേശിക ഇനമാണ്. കർഷകന്റെ അടുത്ത് ചോദിച്ചാല് അവർ പറയും ഇതിന്റെ പേര് വെളിയൻ എന്നാണ് എന്നുള്ളത്. ഉദാഹരണമാണ്, പല ഇനത്തിലുള്ളതുണ്ട്, വെളിയൻ എഴുതി. ഇനം നാടനാണോ സങ്കരനാണോ, നാടനാണോ അല്ലെങ്കിൽ ഫ്യൂസ്ഡ് ആണോ എന്നുള്ളത്. അപ്പം നാടനാണെങ്കിൽ നമ്മൾ നാടൻ എഴുതി, അല്ലെങ്കിൽ അല്ല എന്ന് എഴുതി. കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷിയിൽ ഉണ്ടായ മാറ്റങ്ങൾ, ഒരുപാട് കാലാവസ്ഥ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. അപ്പം അതിൽ നമുക്കൊന്നും അറിയില്ലെങ്കിലും അദ്ദേഹത്തിന് മൂപ്പർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അവരുടെ കൃഷിയുടെ ഉൽപ്പന്നങ്ങളൊക്കെ കുറഞ്ഞോ, അല്ലെങ്കിൽ അദ്ദേഹം കിട്ടുന്ന പ്രോഡക്റ്റിന്റെ ഒരു ലാഭം കുറഞ്ഞോ എന്നുള്ളത്. അപ്പം അവർ പറയും മേ ബി വിളവ് കുറയുന്നു, കൊയ്ത്തുകാലത്തിലെ മാറ്റം, രോഗബാധ, കൃഷിയിൽ ഉണ്ടായ മാറ്റങ്ങൾ, വാട്ട് എവർ.
അവര് പറയുന്ന കാര്യങ്ങൾ സെൻസിബിൾ ആയിട്ട് എഴുതണം എന്നുള്ളതാണ്. തവള ഒരിക്കലും ചാടി ചാടി നടക്കാൻ പാടില്ല നമ്മുടെ പുസ്തകത്തില്. ഓക്കെ, കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന ഇനമാണോ എന്ന് വ്യക്തമാക്കുക. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള കാലാവസ്ഥ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുന്നതാണോ എന്നുള്ളത് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഉണ്ടാവും. നമുക്കറിയില്ല എന്നേ ഉള്ളൂ, അവർക്ക് ഉത്തരം ഉണ്ടാവും. എഴുതുക. കൃഷിയിടത്തിന്റെ വിസ്തൃതി എത്ര ഏക്കറാണോ എത്ര സെന്റ് ആണോ എന്നുള്ളത് എഴുതുക. പ്രാദേശിക അവസ്ഥ, മുൻപ് വ്യാപകമായി കൃഷി ചെയ്യുന്നു, ഇപ്പോ അതിന്റെ ഇത് കുറഞ്ഞിട്ടുണ്ട്. എന്താണോ അവർ പറയുന്നത്, ഒന്നും നമ്മുടെ ഊഹമല്ല, അവർ പറയുന്നത് എഴുതുക. പ്രത്യേക സ്വഭാവ വിശേഷങ്ങൾ, അതിലാണ് അവര് തവളനെ ചാടിച്ചത്. ചുവന്നതും വെളുത്തതുമായി കാണപ്പെടുന്ന അരി, നെല്ലിന് വലുപ്പവും ചോറിന് ഉറപ്പും കൂടുതൽ. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്താണ്. അതേപോലെയുള്ള പ്രത്യേകത സ്വഭാവ സവിശേഷതകൾ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാം. കൃഷിക്കാലം എത്ര മാസമാണ്, ഇപ്പൊ 6 മാസമാണെങ്കിൽ ഈ ചിങ്ങ മുതൽ ഇത്ര വരെ അങ്ങനെയുള്ളതൊക്കെ അവർ പറയും, അത് എഴുതാം. ഉപയോഗങ്ങൾ, നെല്ലെന്തിനാ ചോറിന് ഉത്തമം, അവിലിന്, അങ്ങനെയുള്ള അതിന്റെ ഗുണങ്ങള്, കാലിത്തീറ്റയായി ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക. ബന്ധപ്പെട്ട നാട്ടറിവ്, നാട്ടറിവ് എഴുതുമ്പോൾ സൂക്ഷിക്കാം. പല നാട്ടറിവുകളും അവർ പറയും, അവരുടെ ആ ഒരു വിളയെ സംബന്ധിച്ചിട്ടുള്ള നാട്ടറിവ്. ഇപ്പൊ ഉദാഹരണത്തിന് അധികം വളപ്രയോഗത്തിന്റെ ആവശ്യമില്ല, രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്, കന്നുകാലികൾ, അങ്ങനെ നാട്ടറിവുകൾ ഉണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ എഴുതുക. പക്ഷെ കൺസോളിഡേഷൻ ചെയ്യുന്ന സമയത്ത് ഇവർ അതിനെ കുറച്ചുകൂടെ മാറ്റം വരുത്തി സെൻസിബിൾ ആയിട്ട് ഇവർ പുസ്തകം, ഇപ്പൊ നിങ്ങൾ വാർഡ് തലത്തിൽ കൊണ്ടുവരുന്നതല്ല ഈ പുസ്തകത്തിൽ ഉണ്ടാവുക, ഇതിനെല്ലാം കമ്പൈൽ ചെയ്തിട്ട് മുനിസിപ്പാലിറ്റി തലത്തിലുള്ളതാണ് ഇവർ എഴുതുക. ഓക്കെ, അപ്പൊ ഓരോ വാർഡിലെയും കൂട്ടിച്ചേർത്ത് മുനിസിപ്പാലിറ്റി തലത്തിലേക്ക് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഇവരെഴുതും. വിത്തിന്റെ ഉറവിടം, നാട്ടറിവ് നൽകിയ ആളുടെ പേരും മേൽവിലാസവും, ഉപഭോക്താക്കൾ പ്രാദേശികമാണോ അവർ കയറ്റി അയക്കുന്നുണ്ടോ എന്നുള്ളത്. സോ ഇതാണ് ഒരു എക്സാമ്പിൾ. ഈ ഒരു ഒറ്റ എക്സാമ്പിൾ ഞാൻ നിർത്താണ്. താങ്ക് യു എന്നല്ലേ, കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതേപോലത്തെ ഫോറങ്ങളാണ്, ഇതേപോലത്തെ 23 ഫോറങ്ങളുണ്ട്. ഒരു ഫോറം നമ്മളെ ആവാസ വ്യവസ്ഥയാണ്, ബാക്കി 22 ഫോറങ്ങളുണ്ട്. ആ ഫോറങ്ങളൊക്കെ ഞാനിപ്പോ ഇവിടുന്ന് വായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതുപോലെയുള്ള ഫോറങ്ങളാണ്. ഒന്ന് ഫോറത്തിലൂടെ കടന്നു പോവുക, ഇത് ചെയ്യാനായിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ വിവിധ ഘട്ടങ്ങൾ ഞാൻ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞല്ലോ, അപ്പോ ഇതിന് 2 ഘട്ടങ്ങളാണുള്ളത്, 3 ഘട്ടങ്ങൾ എന്ന് പറയാം. ഒന്ന് ഇതിന്റെ പ്രീ പ്രിപ്പറേഷൻ, ഇതിന്റെ വിശകലന റിപ്പോർട്ട് ഉണ്ടാക്കുക, കോർ ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തുക, നിങ്ങളൊരു ധാരണയിൽ എത്തുക, എന്ന് സർവേ തുടങ്ങും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റ്, വീടുകളുടെ എണ്ണം, ആവാസ വ്യവസ്ഥകളുടെ എണ്ണം, നാട്ടറിവുള്ള ആളുകളുടെ എണ്ണം, ഇത്തരം ലിസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് തരിക, പിന്നെ ആപ്പുകളൊക്കെ ഷെയർ ചെയ്യുക. ഇതൊക്കെ തന്നെ ഒരു പ്രീ പ്രിപ്പറേഷൻ ആണ്. അതൊരു സ്റ്റേജ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സർവേക്ക് പോവുക. സർവേക്ക് പോയിട്ട് നിങ്ങൾ ഒരു 3 ആഴ്ച സർവേ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവര് നിങ്ങളെ തിരിച്ചു വിളിക്കും. ഇതേപോലെ ഹാളിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. അപ്പോ ചിലപ്പോ പ്രോപ്പറായിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് പറ്റുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് ഡാറ്റ പറഞ്ഞു തരുന്നില്ലെങ്കിൽ ഇവിടുത്തെ അധികൃതർ ബന്ധപ്പെട്ടോളും. അങ്ങനെ കുറച്ചുകൂടി ഈസി ആക്കാനുള്ള കാര്യം, പ്രയാസം ഉണ്ടെങ്കിൽ പറയാം, ഇതിന്റെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഒന്ന് കൂടിയിരുന്ന് നമ്മൾ ചായയും ചോറൊക്കെ കുടിച്ച് നമ്മൾ പിരിഞ്ഞ് എഗെയിൻ നമ്മൾ ഡാറ്റ കളക്ഷൻ പോയിട്ട് അടുത്ത 2 ആഴ്ചത്തോടു കൂടി നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ബുക്ക് ഉണ്ട്. ആ ബുക്കിലാണ് ഡാറ്റ മുഴുവൻ ഉള്ളത്. നിങ്ങളെ മുനിസിപ്പാലിറ്റി, ഇപ്പൊ നിങ്ങൾ കുട്ടികളല്ലേ, ഇത് ലാസ്റ്റ് കൈൻഡ് ഓഫ് ഹാർഡ് കോപ്പി പ്രിപ്പറേഷൻ ആണ്. ഇനി അങ്ങോട്ട് ഇത് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. ഞാൻ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ജില്ലാ കോർഡിനേറ്റർ ആണ്, ഞാൻ പറയാൻ പറ്റുമേ. അപ്പോ നമ്മളുടെ ഗൈഡൻസിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ലാസ്റ്റ് കൈൻഡ് ഓഫ് ഹാർഡ് കോപ്പി പ്രിപ്പറേഷൻ ആണ്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ പങ്കെടുത്ത ലാസ്റ്റ് മെമ്പേഴ്സ് ആണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ പേര്, ഫോട്ടോ ഒക്കെ ഇതിലുണ്ടാവും. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ അമ്മയായി, അമ്മൂമ്മയായി, അച്ഛൻ ഒക്കെ ആയി, അപ്പോഴൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് വന്നാലും ഇത് എപ്പോഴും ഒരു റെഫറൻസ് ഗ്രന്ഥമാണെന്ന് നമ്മൾ പറയാറുണ്ട്. പല പദ്ധതികൾക്കും ഇത് നോക്കും. അപ്പോ എന്റെ അച്ഛന്റെ ഫോട്ടോ ഇതാന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ എത്ര വർഷം കഴിഞ്ഞാലും നശിക്കാത്തൊരു ഡോക്യുമെന്റ് ആയിട്ട് ഇതിവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ മതിക്കപ്പെടും. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. കാരണം ഇതിന്റെ പല ബേസിലുള്ള ക്ലാസ്സുകളും നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടില്ല. പൊതുവെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു 2-3 പേര് എടുക്കുന്ന ക്ലാസ് ആണ്. എന്റെ ഉത്തരവാദിത്തം ഇതിനെപ്പറ്റി ജസ്റ്റ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറയാനുള്ളതായിരിക്കും. ഞാൻ അത്രേ പറയാറുള്ളൂ. പിന്നെ ഇതിന്റെ എക്സ്പേർട്ട് ആയ മാഷ്മാര് വരാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് പലരെയും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഈ ഇലക്ഷന്റെ വരാൻ പോകുന്നതിന്റെ തിരക്കുകളായിട്ട് പലർക്കും ഫ്രീ അല്ല. അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ എന്നെ കുറച്ചേരം സഹിച്ചാൽ മതിയായിരുന്നു. ബാക്കിയുള്ളവരെ നമുക്കൊരു പ്രതീക്ഷയാണല്ലോ, അടുത്ത ആളെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ രസമായിട്ട് എങ്കിലും സംസാരിക്കും എന്നുള്ളത്. ഇപ്പൊ ഒരു രക്ഷയില്ല, എന്നെ തന്നെ സഹിക്കണം എന്നുള്ള അവസ്ഥയാണ്.
അപ്പോ നമ്മളെന്താ പറഞ്ഞു വന്നേ, അപ്പൊ നിങ്ങളുടെ സർവേ പാർട്ടും കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകമായിരിക്കും. ആ പുസ്തകത്തിൽ ഈ ഫോമിലുള്ള മൊത്തം കാര്യങ്ങളും നിങ്ങൾ അതിൽ ശേഖരിച്ചിരിക്കണം. ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ നിങ്ങളുടെ പോകുന്ന വാർഡില് നാട്ടറിവുള്ള ആളില്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് എഴുതുക. അല്ലാതെ നിങ്ങൾ അത് വിട്ടുപോയി എന്ന് ഇവർക്ക് മനസ്സിലാവാൻ പാടില്ല. നിങ്ങൾ അത് ശ്രമിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിലും ഒന്നും ചെയ്യാനില്ല, ഇല്ല എന്ന് എഴുതുക. അപ്പോ നമ്മളിവിടെ എത്ര ഡിവിഷൻ ഉണ്ട് സർ? 30. അപ്പൊ 36 ഡിവിഷൻ ഉണ്ട്. അപ്പൊ 36-ലെ 2 പുസ്തകം വീതം ഇവിടെ ഉണ്ടാവും. മിനിമം 36 പുസ്തകങ്ങൾ ഉണ്ടാവും. ഓക്കെ, നിങ്ങളിത് തിരിച്ചു കൊടുക്കണം കേട്ടോ. 36 പുസ്തകം തിരിച്ചു കൊടുത്താൽ അടുത്തത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഒച്ചയിട്ട് പറയാണ്, അടുത്ത ക്ലാസ് എടുക്കാനുള്ളതാണ്. അപ്പോ ഈ 36 പുസ്തകങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചു കൊടുത്താൽ പിന്നെയുള്ള സ്റ്റേജാണ് കൺസോളിഡേഷൻ. അപ്പൊ ഇതിൽ താല്പര്യമുള്ള ആളുകൾ, നിങ്ങൾ തന്നെ കുറച്ചൊരു 10 പേര് ഇരിക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഈ പരിപാടിയോട് യൂസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോഴേക്കും അവരിരുന്നിട്ട് നിങ്ങൾ ഡിവിഷൻ തലത്തിൽ കൊണ്ടുവരുന്നത് മുനിസിപ്പാലിറ്റി തലത്തിലേക്ക് മാറ്റും. അപ്പൊ ഈ 36 പുസ്തകങ്ങളിൽ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ നെല്ല് നോക്കും. ഓക്കെ, എക്സാമ്പിൾ ആണ്, ഞാൻ നെല്ലിനെ പറ്റിയാ പറഞ്ഞതെന്നുള്ള സ്ഥിതിക്ക് എക്സാമ്പിൾ നെല്ല് എടുത്തതാണ്. പലതരത്തിലുള്ള നെല്ലുണ്ടാവും. അപ്പം എല്ലാ 36 പുസ്തകത്തിലെയും നെല്ല്, ഇപ്പൊ മുണ്ടകൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പേരും ഉണ്ടാവുമല്ലോ, വെളിയിൽ എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അത് ഈ 36 പുസ്തകത്തിലെയും നമ്മൾ ഒറ്റ A3 ഫോമിലേക്ക് മാറ്റി എഴുതും. ഒരേ ചോദ്യങ്ങളാണ്. അപ്പൊ ആ ഒരേ ചോദ്യത്തിന് ഇനം, സയന്റിഫിക് നെയിം സെയിം ആണ്, പ്രത്യേകതകൾ, അതിന്റെ നാട്ടറിവ്, ഇതൊക്കെ അപ്പൊ കൺസോളിഡേറ്റ് ചെയ്യുന്ന നമ്മളെ BMCയും നിങ്ങളും ഒക്കെ കൂടി ഇരുന്നിട്ട് വൃത്തിയായിട്ട് എഴുതി മാറ്റും. അങ്ങനെ എല്ലാ കാറ്റഗറിയിലും എഴുതി കഴിഞ്ഞിട്ട് ബാക്കി കഴിഞ്ഞു. പിന്നെ പ്രിന്റിങ്, ബൈൻഡിങ്, പിന്നെ നിങ്ങൾക്ക് ഇവരൊരു പ്രകാശന, ഇതേപോലെ ഞാനിപ്പോ മൂടാടി ചെയ്ത പോലെ കളക്ടറോ മന്ത്രിമാരോ ഒക്കെ വന്നിട്ട് വലിയ പരിപാടിയായിട്ട് നമ്മളിത് പ്രകാശനം ചെയ്യും. ആ സ്റ്റേജിൽ വെച്ച് നിങ്ങൾക്ക് ആദരിക്കും. നിങ്ങൾക്കൊരു റെമ്യൂണറേഷൻ ഉണ്ടാവും, സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. നിങ്ങൾ NSS കുട്ടികളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുള്ളും ആണ് സോഷ്യൽ സർവീസിന്റെ കേസിൽ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ റെമ്യൂണറേഷൻ ഒക്കെ വലിയ റെമ്യൂണറേഷൻ ഒന്നും അല്ല, ഒരു നോമിനൽ, ഒരു 1500-2000 രൂപ ലെവലിൽ ഒരു അത്രയേ ഉള്ളൂ. ഒരു 2 ആഴ്ചയുള്ള ഒരു ഗ്യാപ് ഫില്ലിംഗ് വർക്കേ നമുക്കുള്ളൂ. കൺസോളിഡേഷൻ അല്ല, ഡാറ്റ കളക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞാല് നമ്മുടെ മുനിസിപ്പാലിറ്റിന്റെ 2ാം വോളിയം PBR ആവും. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇത്രയുമാണ് പറയാൻ ഉദ്ദേശിച്ചത്. എനിക്കറിയാം വളരെ ലെങ്തിയാണ്. ഇതൊന്നും ഒരു ബേസ് പറയാതെ നേരിട്ട് എനിക്ക് PBR ഫോമിലേക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് കുറച്ചെങ്കിലും പറഞ്ഞത്. കേട്ടിരുന്ന വളരെ കണ്ണുകളൊക്കെ മിഴിച്ചിരുന്ന കുറച്ച് മുഖങ്ങളുണ്ട്. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.